ജി എല്ലാവരും നിക്കറൊക്കെ മാറ്റി പാൻറ്റാക്കി തുടങ്ങി. നമ്മളിപ്പോഴും പാന്റ് ഇട്ട ഇതിന്റെ ഒരു ഫീൽ കിട്ടില്ല. നമ്മൾ ഈ കാക്കി ട്രൗസർ ഇട്ടാലേ നമ്മളാവും. ഈ കാക്കി പാന്റൊക്കെ എല്ലാ പോലീസുകാരും ഇടുന്നല്ലേ. ഒരു കണക്കിന് അതും ശരിയാ. ഈ വണ്ടി എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഇതന്നെ വീട്. അമ്മോ, അസാധ്യ വീടാണല്ലോ. ദിനേശിന് ഇനി വേറെ വീട് വെക്കേണ്ട കാര്യം എന്താ? ഈടൊന്നും ആരും കാണുന്നില്ലല്ലോ. വാ നോക്കാം. പേടിക്കണ്ട, ഓളും മോളും അളിയന്റെ അടുത്താ. അവരും കൂടെ ഉണ്ടായിരുന്ന ഒരു ധൈര്യം വരുന്നു. ഇതിപ്പോ നമ്മൾ രണ്ടും കൂടി മേടിച്ചു കൂട്ടണം. നമ്മൾ ഇത്രയും പേരുണ്ടാട്ടെ, സഖാക്കളുടെ ഒരു ധൈര്യേ. ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നില്ലേ? നാളെ മുതൽ നീ വരണ്ട. ഞാൻ വരും. വരണില്ല. എടാ, നമ്മളെ കൂട്ടത്തിൽ പുറത്തു പറയാൻ കൊള്ളാവുന്ന ഒരു ജോലി ഉള്ളത് നിനക്ക് മാത്രമേ ഉള്ളൂ. ഇവന് ഈ നാട്ടിൽ പെണ്ണ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ എന്തിനാണ് അറിഞ്ഞോണ്ടൊരു ചാണകോയി പോയി തല വെക്കുന്നത്? റമ്പൊക്കെ വിടാം. നമ്മളെ വളർത്തിയത് പാർട്ടിയല്ലേ. നമ്മുടെ ഐഡിയോളജി ആയിട്ട് ഒത്തുപോകാത്ത ഒരാളായിട്ട് എങ്ങനെയാ? വിടറാ, പിരിയാം. നീയല്ല അഡ്രസ്സ് അപ്പം പിടിച്ചത്. നിനക്കറിയില്ലായിരുന്നോ ഇവരെ കൊണ്ട് അങ്ങോട്ടാ പോകുന്നു? എന്റെ ഗിരിയേട്ട, ആ കുട്ടി നമ്മുടെ എതിർ പാർട്ടിക്കാരാന്നുള്ള ഇവനോട് പറയേണ്ട കാര്യം എന്താ? ഓ കഴിക്കുകയാണെ കഴിച്ചോട്ടെ. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, അറിഞ്ഞോണ്ട് ഇതിന് കൂട്ടുക എന്നെ കിട്ടൂല. അവർ നമ്മുടെ വർഗ്ഗശത്രുക്കളാ. ഞാൻ പോവാ, നിങ്ങൾ എന്തെങ്കിലും ആക്കൂ. നിക്ക്, ഞാനാക്കി തരാം. അതിലൊരു കാര്യമുണ്ട്. നമ്മുടെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ദിനേശനോട് പെണ്ണിട്ട് കഴിഞ്ഞാൽ ഓന് സിപിക്ക് ഓള് സിപിക്ക്, അതിന് നമുക്ക് കാര്യമില്ലല്ലോ. ഓന് കാര്യമുണ്ടല്ലോ. എന്ത് കാര്യം? ഭാര്യ വീട് അടുത്താവും. അതെ, ഒന്ന് ആഞ്ഞു പിടിച്ചാല് അടുത്ത ഗവർണർ ആണ്ട ആളാന്ന് നമ്മൾ അച്ചുവട്ടെ. നമ്മൾ അച്ചുവട്ടേട്ടന്റെ മോളെ കണ്ട കമ്മികൾക്ക് കെട്ടിച്ചു കൊടുക്കേണ്ട യാതൊരു ഗതികേടും തൽക്കാലം ഇന്ന് നമുക്ക് കേരളത്തിലില്ല. ആടുന്നൊരു BKP കാരനെ കെട്ടിയാ ആ ഒരു വോട്ട് കൂടി നമുക്ക് കിട്ടൂലേ. ഇനി ഭാവിയിൽ ഇവർക്ക് എത്ര കുട്ടികളുണ്ടായാലും ആ വോട്ടൊക്കെ നമുക്കല്ലേ. അതുകൊണ്ട് ദിനേശനെ കൊണ്ട് ഓളെ കെട്ടിക്കുന്നതാണ് ബുദ്ധി. എന്താ? അങ്ങനെയാണ് ഞാനൊരു ഐഡിയ പറയാം. എനിക്ക് കൂടി അടുത്തൊരു പെണ്ണ് ശരിയാക്കിയ നമുക്ക് വോട്ടിന്റെ എണ്ണം കൂട്ടിക്കൂടി സഖാവേ. കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും കാണിക്കൂല. പെണ്ണ് കെട്ടാനൊക്കെ ഒരു യോഗം വേണം. നിലവിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖലയാണ് ചിന്തമംഗലം. ഈ ഒരു വിവാഹം നമുക്കും നമ്മുടെ പാർട്ടിക്കും അവിടെ നുഴഞ്ഞു കയറാനുള്ള ഒരു സുവർണവസ്ത്രമായിട്ട് കരുതിയാൽ മതി. നമ്മളിപ്പോ പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെ ഞാനും പറയും, എനിക്ക് പ്രായം കൂടി വരിക. എന്താണ് ഗിരി, എന്തെങ്കിലും എതിർപ്പുണ്ടാ? ഓന് പ്രായം കൂടുന്നതിന് ഞാൻ എതിർത്തിട്ടെന്താ കാര്യം?
അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എനക്കും ഓക്കെ. പാർട്ടിയുടെ ഈ ദൗത്യം BKPയുടെ ഉണ്ണീനെ ഏൽപ്പിക്കാം. ഓൻ പോയി സംസാരിക്കട്ടെ. ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോ അത് ഞാനൊന്നും അമ്പരന്നു. NSS ക്യാമ്പ് വഴിയുള്ള പരിചയമാണ്. ചോദിച്ചപ്പോ അവക്കും വലിയ താല്പര്യമാണ്. പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ പ്രധാനം. ഓ നമ്പ്യാർജിക്ക് ഒന്ന് വിളിക്കടാ. നമ്പ്യാർജിക്ക് അയ്യോ ഓർമ്മ കൂടെ ഉണ്ടെന്ന് വീട് പണിക്ക് ഇഷ്ടി ഇറക്കിയതാണ്. അങ്ങനൊരു കാര്യമായിരുന്നു. പക്കല്ലേ? ഇനി എന്തോ ഓക്കെ ആണോ? ഇത് കറക്റ്റാട്ടോ. ഇത് പൊടിച്ച് പോകുമ്പോ ചേർത്താലോ. നീ പോയി കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വാ. മേലെല്ലാം മുക്കി തുടച്ചു കൊടുക്കാലോ. കൊണ്ടുവരാം. എനിക്ക് നല്ല വേദന ഉണ്ടോടി. സാരല്ല, വേഗം മാറും. അമ്മേനെ ഒന്ന് തുടപ്പിച്ചിട്ട് ഞാൻ ചായ എടുക്കാട്ടാ. ആ കാലിനുള്ളിൽ ഇപ്പൊ എന്താ സ്വർണത്തിന്റെ കമ്പിയാട്ട്? ഭയങ്കര പൈസ തന്നെയല്ലേ? ആന്ന് ജോസ് മാഷക്ക് പൈസ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാളോ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തുംപിടിയും കിട്ടണില്ല. അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളിൽ പ്രശ്നങ്ങളാണ്. ഇനിയിപ്പോൾ ശരിയായിരിക്കുമോ ഇതൊക്കെ? എടാ, ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു കണിയാണ്ട്. മൂപ്പരടുത്തൊന്ന് പോയി നോക്കിയാലോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ ഗീതി അറിയണ്ട. ഗീതി അറിഞ്ഞാൽ ഈയും ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. പൊളിപ്പിച്ചപ്പോ കൊല്ലാൻ കൊണ്ടുപോകും. അങ്ങനെയല്ലേ? എന്നാ ഈ ഒന്ന് പോയി നോക്ക്. എൻ്റെ ഓള് പറഞ്ഞല്ലേ. ഓളങ്ങനെ പലതും പറയും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന്? നോക്കി നിൽക്കാണ്ട് എടുക്കടാ. ഓം നമശിവായ. ഞാൻ ജ്യോത്സ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ. ശബരി പീഠം എന്ന എൻ്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം. ഇപ്പം തന്നെ വിളിക്കൂ. എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ. അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം. 98470555 പിന്നെ 35 കൂടി. അങ്ങനെ മൊത്തത്തിൽ 55. രാഹുകേതു, രാശിമാറ്റം, ജോലി മാറ്റം, സ്ഥലം മാറ്റം, വസ്തുതർക്കം, ദാമ്പത്യ കലഹം, ദാമ്പത്യ സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക. കോൾ വിളിച്ചോളൂ. ആദ്യത്തെ കോൾ വന്നല്ലോ. എന്താ സഹോദര? പറഞ്ഞോളൂ, എന്താ വിഷയം? ഇത് തന്നെയല്ലേ സ്ഥലം? ഇതാണ് സ്ഥലം. ഇത് വേണോ? എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഒന്ന് കേറി നോക്കാം. ആദ്യം നീ പോയി നോക്ക്. ഞാനാ ചെല്ല്. വലിയ സഖാക്കന്മാരാന്ന് പറഞ്ഞ് നടക്കും. ഒരെണ്ണത്തിനും ധൈര്യമില്ല. നിങ്ങൾക്ക് പൈസ തരാനുള്ള ആളുടെ പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക. അപ്പൊ പൈസ കിട്ടും. ഓ എന്താ, ആരാ? നോക്കിക്കാനാണോ? കുറച്ചേരം വെയിറ്റ് ചെയ്യ്. ഞങ്ങളുടെ പ്രോഗ്രാമിലാ. പറ വേണു. മുരളി എങ്കിൽ മുരളി പറ. എന്നാ പിന്നെ പറഞ്ഞ പോലെ ചെയ്. ഇതെല്ലാം മാറ്റിക്കോ. കഴിഞ്ഞു. ഇത് എന്റെ സെൽഫി സ്റ്റിക്ക് സൂക്ഷിക്കണം കേട്ടോ. ആരാ? എന്താ? ഞങ്ങള് വെറുതെ ഒന്ന് പണിക്കരെ കാണാൻ വേണ്ടി വന്നതാ. നോക്കാൻ ഇങ്ങനെയാണോ വരുന്നേ? മോമോടിയൊക്കെ ഇട്ട് അഴിച്ചു മാറ്റിട്ട് ഇരുന്നോളുക.
സജി ഇതിലാരെയാ നോക്കേണ്ടത്? എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇവനാ. എന്താ പേര്? ദിനേശൻ. നാളോ? നക്ഷത്രമേ? പൂരാടം. കരിമ്പൂരാടായിരിക്കും. നോക്കിയിട്ട് പറയാം. ശരണ്യേ ദേവി. കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അതൊക്കെ എണ്ണലി. നേരത്തെ എണ്ണയിച്ചൂടെ? കുജന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് നാരീസാമിപ്പം കാണുന്നുണ്ടല്ലോ. കുഞ്ചനല്ല, എൻ്റെ പേര് ദിനേശ് എന്നാ. ഇയാൾ ആരാ? മൈൻഡ് ചെയ്യണ്ട പണിക്കരെ, യു കണ്ടിന്യൂ. ആ, പ്രണയത്തിലാണല്ലേ, മനസ്സിലായി. മംഗല്യോ അടുത്ത് തന്നെ ഉണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് ഉറപ്പാ. ശുക്രന്റെ സ്ഥാനത്ത് ശരി നിൽക്കുകയല്ലേ ഇവിടെ. തറവാട്ടിൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്. പോരാത്തതിന് ധനനഷ്ടം. ദിനേശൻ അത് പ്രശ്നമാണല്ലോ. പ്രശ്നം? ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ 13 ആളുകളുണ്ട്. ഇങ്ങനെ ചുമ്മാ ഊട്ടായി പാട്ടോ. അവിടെ ഇവനടക്കം ആകെ 4 പേരല്ലേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ദിനേശ, ഗണിച്ചതനുസരിച്ച് തൻ്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ. താനും തൻ്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരതാത്മാക്കളുമായി തൻ്റെ തറവാട്ടിൽ 13 ആളുകളുണ്ട്. അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാണ്ട് തൻ്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. അല്ല, അതിനിപ്പോ എന്താ ചെയ്യാ? ആവാഹിക്കണം. എന്ന് പറഞ്ഞ ഓടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കെട്ടണം. ആവാഹിക്കാനിപ്പോ ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തരാം. അയാളെ പോയി കാണണം. ലിസ്റ്റൊക്കെ അയാൾ തരും. വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. ആവാഹനം ഇവിടെ വെച്ച് നടത്താൻ പറ്റുമോ? ഇവിടെ ആരെ? എൻ്റെ അമ്മായിപ്പനാണ് ആവാഹിക്കേണ്ടത്. ഓ, ഭാഗ്യം കേട്ടില്ല. എടോ, പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം, എന്നാലേ പരിസ്ഥിതി ഉണ്ടാവും. ശരി, മനസ്സിലായോ? താൻ ഈ കർമ്മയെ പോയി കാണേ. ആള് ബഹുമെടുക്കണ. ഞങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ആണോ? വിശ്വസിച്ചോളും, വിശ്വസിച്ചോളും. ഇത് കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും. വിശ്വസിച്ചോളും. വിശ്വസിക്കല്ലേ? വിശ്വസിക്കും, എനിക്ക് ഉറപ്പാ. വിശ്വസിക്കും ദിനേശ.